ലുക്കായിട്ടുള്ള ഹെയർ വളർത്തിയെടുക്കാവേ. അതിനായിട്ട് എന്തൊക്കെ ആവശ്യം നോക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് സവാളയാണ്. സവാളയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. മാത്രമല്ല ആ വരുന്ന ഹെയർ നല്ല ഒരു സ്ട്രെങ്തനായിട്ട് നല്ല തിക്കോടുകൂടി വളരും, ഹെൽപ്ഫുള്ളാവേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സവാള എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഒരു 10-15 കണക്കിന് എടുത്താൽ മാത്രം മതിയാവേ. ഇത് നമ്മൾ നല്ല രീതിയിൽ കഴുകി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം ഇത് കഴുകാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിലെ സൾഫർ കണ്ടൻറ്റൊക്കെ നഷ്ടമാവുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടാതെ പോവുകയും ചെയ്യുവേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഞാനിതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും കുഞ്ഞായിട്ട് വേണേൽ കട്ട് ചെയ്യാം. പക്ഷേ ഇതും നല്ല റിസൾട്ട് തരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കട്ട് ചെയ്ത ശേഷം കഴുകാതിരിക്കണേ, അതിൻ്റെ കണ്ടൻറ്റൊക്കെ നഷ്ടമാവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിലൊക്കെ ഒഴിയാണ്ട് കാണുന്ന ഒരു സാധനമാണ് ഉലുവ. ഉലുവ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ നമ്മുടെ തലയ്ക്ക് കൊടുക്കുന്നതൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഉലുവ. അതുപോലെ നല്ല തിക്കായിട്ടും ബ്ലാക്കായിട്ടും ഹെയർ വച്ചിരിക്കാൻ ഹെൽപ്ഫുള്ളാവേ. അപ്പോൾ നമ്മൾ ഉലുവയും അതുപോലെ സവാളയും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. ഇത് ഞാൻ ഇനി എടുക്കുന്നത് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. നല്ല അടപ്പുള്ള ഒരു ബോട്ടിൽ തന്നെ എടുക്കാം. അതിൽ ഒട്ടും തന്നെ വെള്ളം നനവ് പാടില്ല. വെള്ളം നനവ് ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഗ്ലാസ് തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടി റിസൾട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കാച്ചിട്ടല്ല യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ഒരു ടെക്നിക്കൂട്ടിയൂടെയാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാള ഇതിനേക്കാളും കുഞ്ഞായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ആ ഒരു നമ്മുടെ ഗ്ലാസ് ജെല്ലിലോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ശേഷം ഇതിപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടില്ല. ഞാൻ കാണിച്ച സവാളേൻ്റെ ഹാഫ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനൊരു 250 മില്ലി ഓയിലിന് കണക്കാക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനോട്ട് ഒരു ഹാഫ് സവാളയ്ക്ക് അത് 2 സ്പൂണ് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ പൊടിക്കുകയോ വറുക്കുകയോ ഒന്നും വേണ്ട. ഉലുവ നന്നായിട്ട് കഴുകി ഉണക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഓയിൽ, നമുക്ക് ഒലിവ് ഓയിൽ വേണേൽ അത് യൂസ് ചെയ്യാമേ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഞാനിപ്പോൾ ഒലിവ് ഓയിൽ എടുക്കുന്നില്ല. ഞാൻ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഏത് ഓയിലാണ് ആവശ്യം വേണേൽ നിങ്ങൾക്ക് ആവണക്ക എണ്ണ എടുക്കാം, ഒലിവ് ഓയിലോ, നമുക്ക് നിങ്ങൾ ഏതാണോ ഹെയറിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ എടുത്ത് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഓയിൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് 7 ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമ്മൾ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൻ്റെ കിച്ചണിലെ കബോർഡൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിനകത്തോട്ടാണ് വെക്കുന്നത് ഒരു 7 ദിവസം. അതിനിടയ്ക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഒരു 4 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 4 ദിവസം ആകുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഓയിലോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുന്ന സ്പൂണും ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഓയിൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമേ. കണ്ടോ, ഇത് നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ ഇളക്കി നമ്മുടെ ഓയിലോട്ട് പിടിക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഈ ഒരു മെത്തേഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും അതിനെ ഹീറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ സൺലൈറ്റിൽ വെക്കാനും പാടില്ലേ. അങ്ങനെ വെക്കുവാണെങ്കിൽ വേറൊരു നെഗറ്റീവ് എഫക്റ്റിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് തലമുടി ഒട്ടും തന്നെ ഇല്ലാത്തവർക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡോക്ടർ പറയുന്നത് പോലെ നല്ല ഹെയർ ഓയിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ ആ ഒരു ഹെൽത്ത് ബേസ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കത് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുന്ന രീതി കൂടെ ഞാൻ പറയാവേ. ഇതുപോലെ നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് നല്ല രീതിയിൽ ഓയിൽ എടുത്ത ശേഷം നമ്മുടെ ഹെയറിൻ്റെ ഓരോ പാർട്ട് വീതം ഇതുപോലെ എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ള ഹെയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആയി പോവുകയും ചെയ്യും. അതുപോലെ ഒട്ടും തന്നെ ഹെയർ ഇല്ലാത്തവർക്ക് നല്ല രീതിയിൽ ഹെയർ വന്ന് നിറയുവേ.
ഈ ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു 15-30 മിനിറ്റെങ്കിലും നമ്മുടെ ഹെയറിൽ തന്നെ, നമ്മുടെ തലയോട്ടിൽ തന്നെ അത് ഉണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു താളി യൂസ് ചെയ്തിട്ട്, ഷാമ്പു യൂസ് ചെയ്യരുത്, കെമിക്കലായിട്ട് ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നല്ലേ, അതിന് പകരമായിട്ട് നമുക്ക് ചെമ്പരത്തി താളിയോ അങ്ങനത്തെ ഷിക്കാക്കായ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള എടുത്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നീർക്കെട്ട് അങ്ങനത്തെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ വച്ചിരിക്കാവേ. അത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.